ഇസ്ലാമിലെ ഖിലാഫത്തിൻ്റെ യുഗം അവസാനിക്കുകയും ആധുനികതയ്ക്ക് മുസ്ലിം ലോകം അടിമപ്പെടുകയും യൂറോപ്യൻ ആധിപത്യത്തിന് കീഴിൽ മുസ്ലിം ലോകം വന്നതിന് ശേഷം ആ യൂറോപ്യൻ സ്വാധീനമുള്ള ആധുനികതയുടെ സ്വാധീനമുള്ള മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാർ ഇസ്ലാമിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നവരാണെങ്കിൽ പോലും അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. കാരണം ഇസ്ലാമിക യുഗത്തിൽ ഉത്തമ യുഗങ്ങളിൽ ഉത്തമ നൂറ്റാണ്ടുകളിൽ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ സുവർണ ശോഭയുള്ള കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലോകം ഐക്യകണ്ഠേന എടുത്ത തീരുമാനങ്ങളും അവർ യോജിച്ച ആശയങ്ങൾക്കും വിരുദ്ധമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തവർ അവരെ നമുക്ക് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടോ ഇസ്ലാമിക പണ്ഡിതൻ എന്ന ആ തലക്കെട്ടിലോ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ അത്തരത്തിലുള്ള പണ്ഡിതന്മാരാണ് ഇസ്ലാമിനെ ശൈശവ ദശയിലേക്ക് തള്ളിവിട്ടത്. ഇസ്ലാമിന് 1400 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ 1400 വർഷമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ മൂല്യവും അതിൻ്റെ പാകതയും പക്വതയും ഒക്കെ ഇസ്ലാമിനുണ്ടാകും. അത്തരത്തിലുള്ള ഇസ്ലാമിക വിജ്ഞാനങ്ങളെ മാനിക്കാതെ അവരുടേതായ വ്യക്തിപരമായ ഗവേഷണങ്ങൾ നടത്തി അതിന് വലിയ ആധിപത്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ അവരെ നമ്മൾ പടിയടച്ച് പിണ്ടം വെക്കേണ്ടതാണ്.